വിനോദയാത്രയ്ക്കിടെ അപകടത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിക്ക് ചികിത്സ നൽകുന്നതിൽ അധ്യാപകർ വീഴ്ച വരുത്തിയെന്ന പരാതിയിൽ കൊല്ലം ജില്ലാ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. മുഖത്തല NSS UP സ്കൂളിലെ 6ാം ക്ലാസ്സുകാരനായ ആരോമിലിനാണ് വാഹനമിടിച്ച് കൈക്ക് പരിക്കേറ്റത്. കൃത്യസമയത്ത് ചികിത്സ ഉറപ്പാക്കിയെന്നും വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നുമാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. കൊല്ലം മുഖത്തല NSS UP സ്കൂളിൽ നിന്ന് ഫെബ്രുവരി 1-നാണ് കന്യാകുമാരിയിലേക്ക് വിനോദയാത്ര പോയത്. ബസിന്റെ സൈഡ് സീറ്റിലിരുന്ന് ഉറങ്ങിപ്പോയ 6ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കൈമുട്ടിൽ മറ്റൊരു വാഹനമിടിച്ചു. ഗുരുതരമായി പരിക്കേറ്റിട്ടും വിദഗ്ധ ചികിത്സയ്ക്ക് സൗകര്യമുള്ള ആശുപത്രിയിൽ കൃത്യസമയത്ത് കുട്ടിയെ എത്തിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. ആദ്യം കന്യാകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരികെ വരുമ്പോൾ മറ്റൊരു ആശുപത്രിയിലും രാത്രിയോടെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകട വിവരം ഏറെ വൈകിയാണ് അധ്യാപകർ അറിയിച്ചതെന്നും കുടുംബം പറയുന്നു. എൻ്റെ ആങ്ങളുടെ മോൻ മുഖത്തല NSS UP സ്കൂളിൽ നിന്ന് ഫെബ്രുവരി 1-ാം തീയതി രാവിലെ 5 മണിക്ക് ടൂറിന് പോകുമെന്ന് പറഞ്ഞ് ആങ്ങളെ രാവിലെ 5 മണിക്ക് മോനെ സ്കൂളിൽ കൊണ്ടാക്കി. അവന് ഉച്ചയായപ്പോഴത്തേക്ക് മോൻ അവിടെ വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. പക്ഷെ അത് നമ്മളെ അറിയിച്ചില്ല. അവർ കന്യാകുമാരി ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു പറഞ്ഞ് അവിടെ എക്സ്റേയും മരുന്നൊക്കെ വെച്ചു. പക്ഷേ അവിടുന്ന് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് അവർ പറഞ്ഞു. പക്ഷേ അവർ കൊണ്ടുപോയില്ല. നമ്മൾ രാത്രി 10:30-ക്ക് PT അംഗമായ ശ്രീത്തും കുടുംബമാണ് വീട്ടിൽ വന്ന് അറിയിച്ചത്. പ്രാഥമിക ചികിത്സ നൽകി ഒരു അധ്യാപകയെ വാഹനത്തിൽ കൂട്ടിനിരുത്തിയ ശേഷം മറ്റുള്ളവർ വിനോദയാത്ര തുടർന്നെന്ന് ആരോമൽ പറയുന്നു. ചെലവ് താങ്ങാൻ കഴിയാത്തതിനാലാണ് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കുട്ടിയെ ജില്ലാ ആശുപത്രിയിലേക്കും തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതെന്നും കുടുംബം കൂട്ടിച്ചേർത്തു. അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് 3-ാം തീയതി ശസ്ത്രക്രിയയും നടത്തി. അതേസമയം മെഡിക്കൽ കോളേജിൽ അധ്യാപകർ വന്നിരുന്നെന്നും ചെലവ് വഹിച്ചെന്നും മാതാപിതാക്കൾ വ്യക്തമാക്കി. എന്നാൽ ചികിത്സ വൈകിയതിന്റെ ഉത്തരവാദിത്തം ഇപ്പോഴും അവർ ഏറ്റെടുക്കുന്നില്ലെന്നാണ് പരാതി. ശിശുക്ഷേമ സമിതിക്ക് ലഭിച്ച പരാതി പ്രകാരം കൊല്ലം ജില്ലാ കളക്ടർ ആരോമലിന്റെ വീട് സന്ദർശിച്ച് വൈദ്യസഹായമടക്കം ഉറപ്പു നൽകി. അധ്യാപകർക്ക് വീഴ്ച പറ്റിയോ എന്ന് അന്വേഷിക്കുമെന്നും കളക്ടർ പറഞ്ഞു. എന്നാൽ അപകടം നടന്നയുടൻ തന്നെ വേണ്ട ചികിത്സ നൽകിയെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. അപ്പോഴത്തെ ഏകദേശം റിസൾട്ടുകൾ കിട്ടി. അനസ്തേഷ്യ ഡോക്ടറെ കാണാൻ ഇവരെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ കാത്തുകൂടിയാറിയ. അപ്പോൾ അവർ രക്ഷിതാക്കൾ യഥാർത്ഥത്തിൽ ഞങ്ങളോട് സഹകരിച്ച് ഇല്ല എന്നല്ല, രക്ഷിതാക്കൾ അവരുടെ കാര്യങ്ങൾ മാത്രം, അതായത് ഇത് എന്താകുന്നു എന്ന് ചോദിക്കുക പോലും ചെയ്യാതെ അവരവിടെ കുത്തിയിരുന്ന് ഉറങ്ങുക മാത്രമാണ് ചെയ്തത്. ആ രക്ഷകർത്താക്കളാണ് ഇപ്പോൾ ഞങ്ങൾക്കെതിരെ വ്യക്തമായ ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ടുണ്ട്. അത് കാര്യമില്ല, ഞങ്ങളുടെ കുട്ടിയാണ്, ഞങ്ങളുടെ കുട്ടി ഞങ്ങളോടൊപ്പമുള്ള കുട്ടിയാണ്, ആ കുട്ടിക്ക് വേണ്ടി ആണ് ഞങ്ങൾ ചെയ്തതെന്നുള്ള സമാധാനം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ രക്ഷകർത്താവ് അനസ്തേഷ്യ ഡോക്ടറെ പോലും കാണാതെ ഞങ്ങൾ തിരിച്ചു കയറി ചെന്നപ്പോൾ കാപ്പി കുടിച്ചിട്ട് തിരിച്ചു കയറി ചെന്നപ്പോൾ അനസ്തേഷ്യ ഡോക്ടറെ പോലും കാണാതെ അവിടെ ഇരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. പിന്നീട് ഡോക്ടറെ കണ്ടു. ഞങ്ങൾക്ക് വേറെ എമർജൻസി കേസ് ചെയ്യാനുണ്ടായാലും അത് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കേസ് ഇവിടെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. 7:30-8 മണിയാക്കുന്നത് ക്ലോസായി. ഡോക്ടറെ ഞങ്ങൾ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചത്. യാത്ര അവസാനിപ്പിച്ച് ഉടൻ നാട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തതെന്നും വീട്ടുകാർ പേടിക്കുമെന്ന് കരുതിയാണ് പതിയെ വിവരമറിയിച്ചതെന്നും അധ്യാപകർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.